ഇൻസ്റ്റഗ്രാം ലൈവിൽ ഒരു മിന്നൽ പ്രത്യക്ഷപ്പെടൽ. ജെൻസി പിള്ളേരോട് ഒറ്റ മാപ്പ് പറച്ചിൽ. പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആ വഴിക്കെങ്ങും കണ്ടിട്ടില്ല. സമരം താൽക്കാലികമായിട്ട് അടങ്ങിയിട്ടുണ്ടാകാം, പക്ഷെ ആ ജനകീയ പ്രക്ഷോഭം സൃഷ്ടിച്ച ഭൂകമ്പം BJP അത്ര പെട്ടെന്നൊന്നും വിട്ടുപോകില്ല. രണ്ടാഴ്ചയിലധികം ഡൽഹിയുടെ തെരുവുകളിൽ പിടിച്ചു നിന്ന ചെറുപ്പക്കാരുടെ വീര്യത്തിനു മുന്നിൽ NDA സർക്കാരും പ്രധാനമന്ത്രിയും മുട്ടുകുത്തുകയായിരുന്നു എന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ സത്യം അതൊന്നുമല്ല. മോദിയെ ശരിക്കും പിടിച്ചു കിട്ടിയത് ജെൻസി കുട്ടികളല്ല, അണിയറയിൽ നിന്നുകൊണ്ട് ഡൽഹി സിംഹാസനത്തിന്റെ അടിത്തറയിളക്കിയ RSS എന്ന വൻ ശക്തിയാണ്. രാജ്യത്തൊട്ടുമിക്കും പടർന്നു പിടിക്കുന്ന ഈ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ തീപ്പൊരി RSSന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം നാഗ്പൂരിൽ നിന്ന് ആ നിർണായക നീക്കം നടന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ വലിച്ചെറിഞ്ഞ് രാജിവെപ്പിച്ചത് RSSന്റെ കൃത്യമായിട്ടുള്ള ഒരു വെട്ടുചാലായിരുന്നു. മോദിയും RSSും തമ്മിലുള്ള ശീതയുദ്ധം അതിന്റെ പരമോന്നതയിലെത്തിയ നിമിഷം അവിടെ കളി തീർന്നില്ല. പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും ജൻസികളെ പൂർണ്ണമായിട്ടും അവഗണിച്ച് ഒളിച്ചോടുമ്പോൾ RSS അടുത്ത കരു നീക്കുകയാണ്. ഡൽഹിയിലെ വിലക്കുകളൊക്കെയും കാറ്റിൽ പറത്തി മോദിയെയും കേന്ദ്ര സർക്കാരിനെയും ഒരു വശത്തേക്ക് മാറ്റി നിർത്തി. പുതിയ ജനറേഷനുമായിട്ട് നേരിട്ട് സംവദിക്കാൻ സാക്ഷാൽ മോഹൻ ഭഗവത് തന്നെ രംഗത്തിറങ്ങുകയാണ്. ഓഗസ്റ്റ് 6 മുംബൈയിലെ നിധ മുകേഷ് അംബാനി കൾച്ചറൽ സെന്ററിൽ 2000-ലധികം ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് മുന്നിലേക്ക് RSS മേധാവി നേരിട്ട് എത്തുകയാണ്. വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധികൾ ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികൾ നടത്തിയ ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്കും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉൾപ്പെടെയുള്ള സംഭവ വികാസങ്ങൾക്കും ദിവസങ്ങൾ കഴിഞ്ഞാണ് പുതിയ തലമുറയുമായിട്ട് നേരിട്ട് സംവദിക്കാൻ RSS മേധാവി മോഹൻ ഭഗവത് എത്തുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് രാജ്യത്തെ 100-ലധികം നഗരങ്ങളിൽ നിന്നായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ജെൻസി, ജൻ ആൽഫ വിഭാഗങ്ങളിൽ പെടുന്ന വിദ്യാർത്ഥികളുമായിട്ട് മോഹൻ ഭഗവത് ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇന്ത്യ ഇന്റർനാഷണൽ മൂവ്മെന്റ് യുണൈറ്റഡിന്റെ ഒരു നേഷൻസിന്റെ വേദിയിൽ ലോകത്തെ നയിക്കുന്ന ഇന്ത്യൻ യുവത്വത്തിന്റെ ഭാവി ചർച്ച ചെയ്യാൻ ഈ ഭാഗവത് നേരിട്ടെത്തുമ്പോൾ തകരുന്നത് മോദിയുടെ ബിംബമാണ്. ലോകത്തെ ഒന്നിപ്പിക്കുന്നതിൽ യുവതയുടെ പങ്ക് ഇന്ത്യൻ മാതൃകയിൽ എന്നതാണ് ഈ വർഷത്തെ സമ്മേളനത്തിന്റെ പ്രധാന പ്രമേയം. സ്കൂളുകളെയും കോളേജുകളെയും പ്രതിനിധീകരിച്ചെത്തുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു വേദിയിൽ പ്രാദേശിക, ദേശീയ, അന്തർദേശീയ വിഷയങ്ങളിൽ സുപ്രധാന ചർച്ചകൾ നടത്തും. പുതിയ തലമുറയ്ക്ക് ശരിയായ വഴികാട്ടുന്നതിനൊപ്പം തന്നെ അവരുടെ അഭിപ്രായങ്ങൾ കൂടി കേൾക്കുകയാണ് ഈ കൂടിക്കാഴ്ചയിലൂടെ ലക്ഷ്യമിടുന്നത്. IIM UN സ്ഥാപകൻ ഋഷഭ് ഷാ വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ ഒരു കാര്യം. 2011 സ്ഥാപിതമായിട്ടുള്ള IMM UN പ്രധാനമായിട്ടും 15-നും 24-നും ഇടയിൽ പ്രായമുള്ള യുവാക്കൾക്ക് നേതൃത്വം നൽകുന്ന ഒരു വേദിയാണ്. ഈ സംഘടനയിലൂടെ വളർന്നു വന്ന ഒട്ടേറെ പേർ ഇന്ന് ജനപ്രതിനിധികൾ, ഉന്നത ഉദ്യോഗസ്ഥർ, അഭിഭാഷകർ, വ്യവസായികൾ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ശശി തരൂർ MP, വ്യവസായികളായിട്ടുള്ള അജയ് P രാമൽ, നാദിർ ഗോദ്റെജ്, PT ഉഷ തുടങ്ങിയ നിരവധി പ്രമുഖർ സംഘടനയുടെ ഉപദേശക സമിതിയിലുണ്ട്. ജന്തർ മന്ദറിലെ പ്രക്ഷോഭങ്ങൾക്ക് ശേഷം ഭരണകൂടത്തിനെതിരെ രാജ്യത്തെ യുവത്വം ആഞ്ഞടിക്കുമ്പോൾ സ്വന്തം സർക്കാരിന്റെ വിട്ടുവീഴ്ചകൾക്ക് മുകളിൽ RSS തന്ത്രപരമായിട്ട് കൈവയ്ക്കുകയാണ്. ഒരു കൂടിക്കാഴ്ചയ്ക്ക് പോലും ധൈര്യപ്പെടാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വന്തം തട്ടകത്തിൽ വെച്ച് തികച്ചും ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ്. യുവതലമുറയുടെ മുൻപിൽ തോറ്റോടിയ പ്രധാനമന്ത്രിക്കുള്ള RSSന്റെ പക്ക ഒരു ചെക്ക്മേറ്റ് കൂടിയാണിത്. ഇതിലും വലിയൊരു പൂട്ട് അക്ഷരാർത്ഥത്തിൽ ഇനി മോദിക്ക് കിട്ടാനില്ല എന്നതാണ് മറ്റൊരു സത്യം.